അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2025 നടക്കാനിരിക്കുന്ന USS എക്സാമിന് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് മുൻ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിക്കൊണ്ട് ടീച്ചർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 5 ഭാഗങ്ങൾ ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2024 മുതൽ 2020 വരെയുള്ള ചോദ്യപേപ്പറുകൾ ടീച്ചർ ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ടീച്ചറുടെ ചാനലിൽ കയറിയിട്ട് അത് കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2019 നടന്ന USS എക്സാമിലെ ഫസ്റ്റ് ലാംഗ്വേജ് അറബിയുടെ ചോദ്യപേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. اقرأ الفقرة التالية واختر الإجابة الصحيحة. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ലാത്ത മസായിൻ, ഒരു വൈകുന്നേരം, ഖറജത്ത് സാറ മഅ വാലിദിഹ ഇല സൂഖി. സാറ തൻ്റെ പിതാവിനോടൊപ്പം മാർക്കറ്റിലേക്ക് പോയി. ലിഷ്തിറാഇ മലാബിസുൽ ഈദി, എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഈദിനുള്ള, പെരുന്നാളിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. റക്കിബൽ വാലിദ് വൽ ജവ്വാല വലബിസുൽ ഹൂദ, അങ്ങനെ പിതാവ് ബൈക്കിൽ കയറി അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചു. ബാദനിസ്ഫിസാഅത്തിൻ വസ്വല ഇല സൂഖി, അരമണിക്കൂറിന് ശേഷം അവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് എത്തി. وبعد نصف ساعة وصل إلى السوق أوقف الجوالة في منطقة الوقوف. അങ്ങനെ വാഹനം പാർക്കിംഗ് ഏരിയയിൽ എന്ത് ചെയ്തു? നിർത്തിയിട്ടു എന്നാണ്. ثم مشي على ممر المشاة وعبر الشارع على معبر المشاة ودخل محل الأقمشة. ثم مشي, പിന്നീട് അവർ രണ്ടുപേരും നടന്നു. അലാ മമറുൽ മുഷാത്തി, ആ കാൽനട യാത്രക്കാർ നടക്കേണ്ട സ്ഥലത്തിലൂടെ, അതാണ് മമറുൽ മുഷാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അബറഷാരിയ, അവർ റോഡ് മുറിച്ച് കടന്നു. അലാമ അബറുൽ മുഷാത്തി, സീബ്ര ക്രോസിങ്ങിലൂടെ, റോഡ് മുറിച്ച് കടക്കേണ്ട ക്രോസിങ്ങിലൂടെ അവർ മുറിച്ച് കടന്നു. വദഖല, എന്നിട്ട് അവർ രണ്ടുപേരും പ്രവേശിച്ചു. മഹല്ലൽ അഖമിഷത്തി, ടെക്സ്റ്റൈൽസിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നാബർ ഷാരി, നമുക്ക് റോഡ് മുറിച്ച് കിടക്കാം. അല ഡാഷ്, ഏതിലൂടെയാണ് റോഡ് മുറിച്ച് കിടക്കേണ്ടത് എന്നാണ്. മിൻതഖത്തുൽ വുഖൂഫ്, പാർക്കിംഗ് ഏരിയ. മഅബറുൽ മുഷാത്ത്, ക്രോസിംഗ്, സീബ്ര ക്രോസിംഗ്. മമരിൻ മുഷാത്ത്, അതായത് കാൽനട യാത്രക്കാർ നടക്കേണ്ട സ്പേസ്. അതുപോലെ മൗഖിഫിൽ ഹാഫില, ബസ് സ്റ്റോപ്പ്. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, മഅബറുൽ മുഷാത്താണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. അൽ മക്കാനുൽ ലദീ നഷ്തരി മിൻഹുൽ മലാബിസ, നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലം അതേതാണ് എന്നാണ്. ഓപ്ഷൻ എ അൽ ബക്കാല്, ഓപ്ഷൻ ബി മഹല്ലുൽ ഖുലാർ, ഓപ്ഷൻ സി അൽ ഖിർത്തോസിയ, ഓപ്ഷൻ ഡി മഹല്ലുൽ അഖ്മിഷ. ഏതാണ് ബക്കാൽ എന്ന് പറഞ്ഞാൽ? പലചരക്ക് കടയ്ക്കാണ് നമ്മൾ ബക്കാൽ എന്ന് പറയുന്നത്. മഹലുൽ ഖുലാർ എന്ന് പറഞ്ഞ പച്ചക്കറി കടയാണ്. ഖിർത്തോസിയ എന്ന് പറഞ്ഞ സ്റ്റേഷനറി കട. മഹലുൽ അഖ്മിഷ ടെക്സ്റ്റൈൽസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്, മഹല്ലുൽ അഖ്മിഷ എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. എൽബസുൽ ഹൂദ ഇൻദ റുകൂബി ഡാഷ്, ഹെൽമെറ്റ് ധരിക്കുന്നത്, അപ്പോൾ ഏത് വാഹനത്തിൽ കയറുമ്പോഴാണ് ഹെൽമെറ്റ് ധരിക്കേണ്ടത് എന്നാണ്. ഓപ്ഷൻ എ സയ്യാറ, കാറ്. ഓപ്ഷൻ ബി അൽ ഹാഫില, ബസ്. ഓപ്ഷൻ സി അൽ ജവാല, ബൈക്ക്. ഓപ്ഷൻ ഡി അൽ ഖിത്തോർ, ട്രെയിന്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ, അൽ ജവാല എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം. ഇഖ്തറി തൊഖമ സ്വഹീഹ, ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുവാനാണ്. 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ അതാണ് വന്നിട്ടുള്ളത്. യദുൻ മുഷ്തുൻ, ഉദുനുൻ ഖാതമുൻ, ഷഅറുൻ ഖുർത്തുൻ, റിജുലുൻ ഖൽഖാലുൻ. അതായത് യദുൻ കൈ, മുഷ്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പാണ് അഥവാ ചീർപ്പാണ് അല്ലേ. മുഷ്തുൻ എന്ന് പറഞ്ഞാൽ തല വരാൻ ഉപയോഗിക്കുന്ന. ഉദുനുൻ എന്ന് പറഞ്ഞാൽ ചെവി. ഖാതമുൻ എന്ന് പറഞ്ഞാൽ മോതിരം. ഷഅറ് മുടി. ഖുർത്തുൻ എന്ന് പറഞ്ഞാൽ കമ്മലാണ്. റിജില് കാല്. ഖൽഖാൽ എന്ന് പറഞ്ഞാൽ പാദസരം എന്നാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ കാലിലാണ് നമ്മൾ പാദസരം ധരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്.
അഞ്ചാമത്തെ ചോദ്യം അതേ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അത്തോബീബ് ഡോക്ടർ, അൽ മസ്റഅത്ത് കൃഷിസ്ഥലം, അസ്വാഖ് അതായത് ഡ്രൈവർമാർ, അൽ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ, അത്തുബാഹ് കുക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ തുബാഹ് എന്ന് പറയുന്നത്, അത്തൊആമ് ഭക്ഷണം, അൽ ഖയ്യാത്ത് എന്ന് പറഞ്ഞാൽ ടൈലറാണ്, അൽ മറാക്കിബ് വാഹനങ്ങൾ. ഇവിടെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, തൊബാഹുൻ തൊആമുൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇഖ്തറുൽ ജുമൽ സ്വഹീഹ, ശരിയായിട്ടുള്ള സെൻറ്റൻസ് തിരഞ്ഞെടുത്തെഴുതുവാനാണ് 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാരിൽ ജമീൽ, അള്ളാഹു ഭൂമിയെ ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു എന്നാണ്. അപ്പോൾ സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാരി അൽ ജമീലി എല്ലാം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കൂ. സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാരിൽ ജമീലത്തി, സയ്യനല്ലാഹുൽ അർള ബില്ലഹിൽ ജമീലത്തി, സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാരിൽ ജമീലാത്തി. ഇവിടെ ഓപ്ഷൻ ബി സയ്യനല്ലാഹുൽ അർള ബിൽ അസ്ഹാരിൽ ജമീലത്തി എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം സയ്യനല്ലാഹുൽ അർള, അള്ളാഹു ഭൂമിയെ അലങ്കരിച്ചു, ബിൽ അസ്ഹാരിൽ ജമീലത്തി. അസ്ഹാർ എന്ന് പറയുന്നത് എന്താണ്? അത് ജം ആണ് അല്ലേ, അസ്ഹാർ അതെന്താണ്? സഹറത്ത് എന്നതിൻ്റെ ജം ആണ് അസ്ഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ത്രീലിംഗമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നമ്മൾ അൽ ജമീലത്തി എന്ന് തന്നെ പറയണം, അല്ലാതെ ജമീൽ എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം നോക്കൂ. ഹൽ തദ്റസുൽ ലുഗത്തുൽ അറബിയ്യ, നീ അറബി ഭാഷ പഠിക്കുന്നുണ്ടോ എന്നാണ്. നഅം തദ്റസുൽ ലുഗത്തുൽ അറബിയ്യ, അതെ നീ അറബി ഭാഷ പഠിക്കുന്നു. ലാ ഇല്ല, യദ്റുസുൽ ലുഗത്തുൽ അറബിയ്യ, അവൻ അറബി ഭാഷ പഠിക്കുന്നില്ല. നഅം അതെ, അദ്റുസുൽ ലുഗത്തുൽ അറബിയ്യ, ഞാൻ അറബി ഭാഷ പഠിക്കുന്നു. ലാ ഇല്ല, തദ്റുസുൽ ലുഗത്തുൽ അറബിയ്യ, നീ അറബി ഭാഷ പഠിക്കുന്നില്ല. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, അതെ ഞാൻ അറബി ഭാഷ പഠിക്കുന്നു അല്ലെ, നഅം അദ്റുസുൽ ലുഗത്തുൽ അറബിയ്യ എന്നാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. അക്കലത്തിൽ ബിൻതു മൗസൻ, അക്കലത്തിൽ ബിൻതു മൗസുൻ, അക്കലൽ ബിൻതു മൗസൻ, അക്കലത്തിൽ ബിൻതു മൗസിൻ. ഇതിലേതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് എന്നാണ്. ഓപ്ഷൻ എ അക്കലത്തിൽ ബിൻതു മൗസൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. കാരണം അക്കല എന്ന് പറയുന്നത് ഫിഅലാണ്, ബിൻത്ത് എന്ന് പറയുന്നത് ഫായിലാണ്, ശേഷം വരുന്നത് മഫ്ഊലും ബിഹി ആയിരിക്കും. അപ്പോൾ അതിനെപ്പോഴും നസ്ബായിരിക്കും വരേണ്ടത്. അതുകൊണ്ട് തന്നെ അക്കലത്തിൽ ബിൻതു മൗസൻ എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. ഫിൽ മദ്റസതി സബഅതു മുദരിസത്തുൻ, സ്കൂളിൽ 7 അധ്യാപികമാരുണ്ട്. എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ്. ഫിൽ മദ്റസതി സബഅ മുദരിസത്തുൻ, ഫിൽ മദ്റസതി സബഅതു മുദരിസാത്തിൻ, ഫിൽ മദ്റസതി സബഉ മുദരിസാത്തിൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ 7 അധ്യാപികമാരുണ്ട് എന്ന് പറയേണ്ടത് എന്നാണ്. ഇതിലെ ഓപ്ഷൻ ഡി ഫിൽ മദ്റസതി സബഉ മുദരിസാത്തിൻ എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. കാരണം 3 മുതൽ 10 വരെ എണ്ണം പറയുന്ന സമയത്ത് മൗദൂദ് അഥവാ എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണ് എങ്കിൽ അതത് അഥവാ എണ്ണം മുഅന്നസായിരിക്കണം. ഇനി മൗദൂദ് മുഅന്നസാണ് എങ്കിൽ, എണ്ണപ്പെടുന്ന വസ്തു മുഅന്നസാണ് എങ്കിൽ എണ്ണം അഥവാ അതത് മുദക്കറുമായിരിക്കണം. അഥവാ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മുദരിസാത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, മുഅന്നസാണ്. അപ്പം നമ്മൾ എണ്ണം പറയേണ്ടത് പുല്ലിംഗമായിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ സബഉ മുദരിസാത്തിൻ എന്ന് പറയുന്നത് കേട്ടോ. 10ാമത്തെ ചോദ്യം നോക്കൂ. കമ്മിലിൽ ഫറാഅ ബിൽ മുനാസിബി, യോജിച്ച പദം വെച്ച് കൊടുത്തുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ്. 10 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അൽവലതു, കുട്ടി ചോദിക്കുകയാണ്, ഹാദൽ കലം, ഈ പേന അല്ലേ. അപ്പം കടക്കാരൻ പറയുന്ന മറുപടി ഹംസ അഷറത്ത റൂബിയ, അതായത് 15 രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേനയ്ക്ക് എത്രയാണ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. കം എത്ര, ബിക്കം എത്ര രൂപയ്ക്ക്, മാത എന്ത്, മൻ ആര്. ഇതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ്. അതിലേതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ബിക്കം എന്നുള്ളതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ബിക്കം ഹാദൽ കലം, ഈ പേനയ്ക്ക് എത്ര രൂപയാണ് എന്ന്. ഇനി 11ാമത്തെ ചോദ്യം. ഇഖ്താർ മിനൽ ആത്തിയ ഷഖ്സൻ ലൻ യഹ്സുൽ അലാ ജായിസത്തി നൊബേൽ, താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും നൊബേൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തിയെ തിരഞ്ഞെടുക്കുവാനാണ്. ഓപ്ഷൻ എ നാദിയ മുറാദ്, ഓപ്ഷൻ ബി മലാല യൂസുഫ് സായ്, ഓപ്ഷൻ സി കൈലാഷ് സത്യാർത്ഥി,
ഓപ്ഷൻ ഡി അദ്ദക്തൂർ തോഹ ഹുസൈൻ. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി അദ്ദക്തൂർ തോഹ ഹുസൈൻ. ഡോക്ടർ തോഹ ഹുസൈൻ ആണ് നൊബേൽ സമ്മാനം ലഭിക്കാത്ത വ്യക്തി. അടുത്ത ചോദ്യം നോക്കൂ. അർ-റജുലുൽ ലദീ ഖാമ ബിഇഅദാദി അദ്ദസ്തൂർ അൽ ഹിന്ദി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. ഓപ്ഷൻ ബി അസയ്യിദ് മഹാത്മാഗാന്ധി. ഓപ്ഷൻ സി ഡോക്ടർ പി.ആർ. അംബേദ്കർ. ഓപ്ഷൻ ഡി അദ്ദക്തൂർ രാജേന്ദ്ര പ്രസാദ്. ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി അദ്ദക്തൂർ പി.ആർ. അംബേദ്കർ. ഡോക്ടർ പി.ആർ. അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ലൈസ മിനൽ അഇമ്മത്തിൽ അർബഅ. 4 ഇമാമാരിൽ പെടാത്ത വ്യക്തി ആരാണ് എന്നാണ്. അൽ ഇമാം മുഹമ്മദ് ഇദ്രീസ് അഷ്ശാഫിഈ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫ, അതുപോലെ ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി, അൽ ഇമാം മാലിക് ബിൻ അനസ്. ഏതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ള 3 പേരും ഇമ്മത്തിൽ അർബ അഥവാ 4 ഇമാമാരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ജമാലുദ്ദീൻ സുയൂത്തി അതിൽപ്പെട്ട വ്യക്തിയല്ല. 14ാമത്തെ ചോദ്യം. യതീറുൽ ഉസ്ഫൂറു ഡേഷ് അൽ അഷ്ജാറ. മരങ്ങളുടെ മുകളിലൂടെ കുരുവി പറക്കുന്നു എന്നാണ് പറയേണ്ടത് അല്ലേ? ഓപ്ഷൻ എ അല, ഓപ്ഷൻ ബി ഫി, ഓപ്ഷൻ സി ഫൗക, ഓപ്ഷൻ ഡി ബി. ഇതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ. ഏതായിരിക്കും ശരിയുത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ഫൗക എന്നാണ് ശരിയുത്തരമായിട്ട് വരുന്നത് അല്ലേ? മുകളിൽ എന്ന് പറയാൻ ഏതാണ് ഉപയോഗിക്കുക? ഫൗക എന്നാണ് ഉപയോഗിക്കുക. യതീറുൽ ഉസ്ഫൂറു ഫൗകൽ അഷ്ജാരി എന്നാണ്. 15ാമത്തെ ചോദ്യം. യുഹ്തഫലു ഡാഷ് ബിയൗമിൽ ഖിറാഅ. വായന ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ്. 15 ഓഗസ്റ്റ്, ആഗസ്റ്റ് 15, അതുപോലെ തന്നെ യൂണിയോ 19, ജൂൺ 19, സെപ്റ്റംബർ 4, അതുപോലെ യനായർ 26, ജനുവരി 26. ഇതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ. ഇതിൽ ഓപ്ഷൻ ബി അല്ലേ, ജൂൺ 19 ആണ്, യൂണിയോ 19 ആണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.